വീട് ക്ലീനിങ് അതുപോലെ തന്നെ ബാത്റൂം ക്ലീനിങ് ഇതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ജോലിയാണ് സ്ത്രീകൾക്ക് അല്ലേ. അപ്പം നമുക്ക് നിസ്സാരമായി കരുതുന്ന ഈ ഒരു ബേ ലീവ്സ് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഈ ഒരു ഇല എത്രത്തോളം നമുക്ക് വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. ആര് സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അച്ചാർ, അതുപോലെ തന്നെ മസാലപ്പൊടികൾ, അതുപോലെ നമ്മളിപ്പോൾ കടല പയറ് പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാലും അതിൽ പ്രാണികൾ പിന്നെ വരാണ്ടിരിക്കുവാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മളൊന്ന് കഴുകി അല്ലെങ്കിൽ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബേ ലീവ്സ് ഇതുപോലെ ഒന്ന് കത്തിച്ച് ഇതിൻ്റെ ഉള്ളിലിട്ട് 2 മിനിറ്റ് വെച്ച് അത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഇട്ട് വെക്കാം കേട്ടോ. നമുക്ക് പ്രാണികൾ വരാണ്ടിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്മെല്ലില്ലേ, ഇപ്പം നമുക്ക് ഒരു സാധനം ഇട്ട് ആ സാധനത്തിൻ്റെ സ്മെല്ല് പോയി നല്ലൊരു സ്മെല്ല് വരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തുണികൾ കഴുകാനിടുന്ന ബോക്സ് വളരെ ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ. നമ്മൾ ആ തുണികൾ ഇങ്ങനെ അവിഞ്ഞ് കിടന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് ചെയ്യും കേട്ടോ. ഒരു ബേ ലീവ്സ് എടുത്തതിന് ശേഷം കർപ്പൂരം ഒരു കഷ്ണം ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ റബ്ബർ ബാൻഡ്, ഞാൻ ഇപ്പോൾ ഈർക്കിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കൊണ്ട് നിങ്ങളൊന്ന് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ തുണികളിട്ട് വെക്കുന്ന ആ ഒരു കൊട്ടയുടെ താഴെ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ തുണികൾക്ക് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് ഈ തുണി വെക്കുന്ന ബാസ്ക്കറ്റിൻ്റെ ആ ഒരു റൂം ഭയങ്കര സ്മെല്ലായിരിക്കും ഇല്ലേ. അതൊന്നുമില്ലാതെ നല്ലൊരു സ്മെല്ലോടുകൂടി തുണികളിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജിലാണ് ഫ്രൂട്ട്സ് വെക്കുന്നതെങ്കിൽ നമ്മൾ തണുപ്പ് പോകാനും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഇതുപോലെ പഴുത്ത പഴങ്ങളൊക്കെ നമ്മൾ പുറത്ത് വെക്കാറുണ്ട് അല്ലേ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗം കണ്ണീച്ചയും അതുപോലെ തന്നെ ഒരു സ്മെല്ലായിരിക്കും. ഇതുപോലെ പഴുത്ത് വരുന്ന പഴങ്ങൾ ഇരിക്കുമ്പം ഈച്ച പ്രാണികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ബേ ലീവ്സ് ഇതുപോലെ താഴെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൂട്ട്സ് ആണെങ്കിലും പഴങ്ങളാണെങ്കിലും ചീത്താവേയില്ല. അതുപോലെ ഒരു പ്രാണികളെ ശല്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഷൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ഇടുമ്പോഴത്തേക്കും ഒരു കാലും വല്ലാത്ത മണമായിരിക്കും ഷൂവിൻ്റെ ഉള്ളിലും. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ ഷൂവിൽ ഇതുപോലെ ഇല വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് കളയാട്ടോ. ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പിന്നെ അടുത്തതായ ടിപ്പ്, നമ്മളൊരു 5-6 ഗമ്പ് എടുക്കുന്നുണ്ട്. ഒരു 4 ബേ ലീവ്സ് എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് പല യൂസിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ പല കാര്യങ്ങൾക്കും ഈ ഒരു പൊടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക കേട്ടോ. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ആ ഒരു പൊടി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കർപ്പൂരം ഇപ്പോൾ പൊടിച്ച് ചേർക്കുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും കർപ്പൂരം ഉപയോഗിക്കുന്നില്ല, ഈ ഒരു കാര്യത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഒരു മിശ്രിതത്തിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം 3 കൂടി. ഇത് നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന കൊതുക്, പ്രാണികൾ, ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. ഏതെങ്കിലും ഒരു എണ്ണ, നല്ലെണ്ണയോ അല്ലെങ്കിൽ വേപ്പെണ്ണയോ എന്തെങ്കിലും, ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. സന്ധ്യാസമയങ്ങളിൽ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യമേ ഉണ്ടാവില്ല. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. നമ്മളുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് വൈബ് തന്നെ വരുത്താനായിട്ട് ഈ ഒരു മണം ഒരു പ്രത്യേക സ്മെല്ലാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കുക. ഇതുപോലെ കത്തിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ കത്തും. എണ്ണയും അതുപോലെ കർപ്പൂരവും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് കത്തും. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കത്തിച്ച് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പുക മാത്രം മതിയെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള, നമ്മൾ കെമിക്കലായിട്ടുള്ള ഗുഡ് നൈറ്റ് അതുപോലെ ഉള്ള ഉപയോഗിക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. പിന്നെ നമ്മൾക്ക് വേണ്ടത്, ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ആ ഒരു പൊടി ചേർത്ത് തിളപ്പിച്ച് ഒരു 2.5 കപ്പ് വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന്
അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന ജോലി വളരെ എളുപ്പമാകാനാണ് ഇത് അരിച്ചെടുക്കുന്നത്. അത് തിളക്കുമ്പം വളരെ വലിയ നമ്മൾ എത്ര പൊടിച്ചാലും അതിൻ്റെ തരി ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ബോട്ടിലെടുക്കുക, നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലെടുക്കുക. അതിൽ നമ്മൾ ചുറ്റിനും ആ മൂടിയുടെ ആ ചുറ്റിനും ഒരു 5-6 ഓട്ട ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നിങ്ങൾ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ എന്തെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എഫക്റ്റീവാണ്. യാതൊരു കുഴപ്പവും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു റബ്ബർ ഇതുപോലെ ആ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലഷ് ടാങ്കിൽ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫ്ലഷിനും നമ്മളുടെ ക്ലോസറ്റ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. കണ്ടില്ല, ഇതുപോലെ ഇരുന്നോളും. ഓരോ ഫ്ലഷിനും ഒരു 2 ആഴ്ചയെങ്കിലും ഈ ഒരു കുപ്പി നമുക്ക് അവിടെ വെച്ച് ഓരോ ഫ്ലഷിനും നല്ലൊരു സ്മെല്ലായിരിക്കും, ക്ലീൻ ആയിട്ടിരിക്കും. യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. കുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂം ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ, അല്ലേ? എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഓരോ ഫ്ലഷിനും നിങ്ങളൊരു പാർട്ടി നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഇത് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. വളരെ നല്ലതാണ് കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മളുടെ ആ ഒരു മിശ്രിതം നമ്മൾ കറയാമ്പും ബേ ലീവ്സും പൊടിച്ച മിശ്രിതം കൊണ്ട് നമ്മൾ ഡൈനിങ് ടേബിൾ തുടച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഒരു ബാഡ് സ്മെല്ലുണ്ടാവില്ല. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. വളരെ നല്ലൊരു സ്മെല്ല്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ആ ഒരു ഒരു ലൈറ്റായിട്ടുള്ള ഒരു നല്ലൊരു സ്മെല്ലില്ലേ, അതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഡൈനിങ് ടേബിളിലെ അടിഭാഗമൊക്കെ ഇല്ലേ, അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ച് കഴിഞ്ഞാൽ ഈ പൊടി പിടിക്കൽ, മാറാമ്പൽ വരൽ അതൊക്കെ മാറും. അതുപോലെ രാത്രി കിടക്കുമ്പോൾ സിങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പല്ലി പാറ്റയൊന്നും വരില്ല കേട്ടോ. വീട് തുടക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഞാൻ കംഫോർട്ടിൻ്റെ കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്രാനൈറ്റ് ആണെങ്കിൽ ഗ്രാനൈറ്റ്, ടൈലാണെങ്കിൽ ടൈല്, ഇവയെല്ലാം നല്ല പോളിഷായിട്ട് കിട്ടാനായിട്ട് ഈ ഒരു കംഫോർട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് പ്രയോജനകരമാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ അങ്ങനെ തുടച്ച് നോക്കൂ. നിങ്ങളുടെ വീട് കുപ്പി പോലെ ആയി കിടക്കും. അത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു വെള്ളം 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ വീട് തുടച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പോസിറ്റീവ് വൈബ് തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക പോസിറ്റീവാണ് കേട്ടോ. പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും. അത്രയും നല്ല ഒരു സ്മെല്ലുമാണ്. അതുപോലെ തന്നെ അണുക്കളില്ലാതാക്കുവാനും, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ കംഫേർട്ട് ചേർക്കുമ്പോൾ നമ്മളുടെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടൈലൊക്കെ നല്ല ഗ്ലോയിങ് പോളിഷ് ചെയ്ത പോലെ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. നമ്മൾ എപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരിക്കലെങ്കിലും നമ്മൾ വീട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഒരു മാറ്റം തന്നെ നമ്മളെ വീട്ടിലുണ്ടാവും. പഴയ ഒരു ലുക്കൊന്നും ഉണ്ടാവില്ല വീട്ടിൽ. അതുപോലെ കൊതുക്, പ്രാണികൾ ഇവയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മിശ്രിതം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കുറാന്നിരിക്കും. ഒരു ഷാമ്പൂടെയൊക്കെ ഒരു ലിക്വിഡ് പോലെ ആയി കിട്ടും നമുക്ക് തിളച്ച് ഇതായി വരുമ്പോഴത്തേക്കും. ഞാനിപ്പോൾ ഒരു തുള്ളി ഷാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബാത്റൂം അഴുക്കാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കംഫോർട്ട് വേണമെങ്കിൽ കംഫോർട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. നല്ല അഴുക്കുണ്ടെങ്കിൽ ഷാമ്പൂ തന്നെ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ കംഫോർട്ട് ഉപയോഗിച്ചാലും മതി. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലായിടത്തും ഈവണായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് വെള്ളമൊഴിച്ച് കഴുകുക. വളരെ അധികം നല്ല രീതിയിൽ ക്ലീനാകും. പളപളാന്ന് വെട്ടിത്തിളങ്ങും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ബാത്റൂമിൻ്റെ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.